ഹെഡിങ് എഴുതാം, പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ. ഈ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മുടെ കണ്ണിൻ്റെ ഫോക്കൽ ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ണിൻ്റെ കഴിവിനെയാണ് നമ്മൾ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത്. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, വിരൽ ഇങ്ങനെ ജസ്റ്റ് കണ്ണിൻ്റെ ഫ്രണ്ടിലോട്ടൊന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളോട് ആ വിരലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കാൻ വേണ്ടി നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് അങ്ങനെ നോക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരു സൂം ഔട്ട് സൂം ഇൻ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താ, നിങ്ങളുടെ കണ്ണിൻ്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ആവുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതായത് ഇന്നലെ ഞാൻ അക്ഷതയോട് ചോദിച്ചു, അക്ഷതയ്ക്ക് എവിടം വരെ കാണാം എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പോൾ അക്ഷത പറഞ്ഞു, ഞാൻ പറഞ്ഞു ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് കാണാൻ എന്നുള്ള ലാസ്റ്റ് ആകാശം വരെ കാണാമെന്ന് പറഞ്ഞു ഇല്ലേ. അപ്പം അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെയും ദൂരെയുള്ള ഒബ്ജക്റ്റിനെയും വ്യക്തമായിട്ട് ഒരേ സമയം നമുക്ക് ഫോക്കസ് ചെയ്ത് കാണാൻ പറ്റും. ഒരേ സമയം മീൻസ് ഇപ്പോൾ അടുത്തുള്ളതിനെ കാണുമ്പോൾ അടുത്തുള്ളത്, ദൂരെയുള്ളത് കാണുമ്പോൾ ദൂരെ. അപ്പോൾ അടുത്തോട്ടും ദൂരോട്ടും നമ്മുടെ ഫോക്കൽ ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ണിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത്. കണ്ണിൻ്റെ ഫോക്കൽ ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഈ കണ്ണിൻ്റെ ഫോക്കൽ ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണെന്നറിയാമോ? സീലിയറി മസിൽസ്. കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചപ്പോൾ ലാസ്റ്റ് ടോപ്പിക്കിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മളൊരു ലെൻസ് ഫ്ലാറ്റ് ആണെങ്കിൽ അതിലോട്ട് വരുന്ന ഒരു ലൈറ്റ് റേ വന്ന് വീഴുമ്പോഴത്തേക്കും അത് ബെൻഡിങ് വളരെ കുറവായിരിക്കും. ദൂരെ അങ്ങ് പോകുമ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നെ ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ബെൻഡിങ് കണ്ടോ വളരെ കുറവാണ്. നേരെ മറിച്ച് ഒരു കർവേച്ചർ കൂടിയ ഒരു ലെൻസിലോട്ട് ഒരു ലൈറ്റ് റേ വന്ന് വീണ് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ബെൻഡ് ചെയ്യും. അതിനൊക്കെ കണ്ടോ ഇത്ര ആംഗിളിൽ ബെൻഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് വേണ്ട, ഇത് ഫോക്കസ് ഇതാണ്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് ഇത്രയാണ്, ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് ഇത്രയും. അതായത് ലെൻസ് ഫ്ലാറ്റ് ലെൻസ് ആണെങ്കിൽ പവർ കുറവാണെന്നർത്ഥം, ഫോക്കൽ ലെങ്ത് കൂടുതലാണെന്നർത്ഥം. ലെൻസ് ഉരുണ്ടതാണെങ്കിൽ, കർവേച്ചർ കൂടിയതാണെങ്കിൽ ഫോക്കൽ ലെങ്ത് കുറയും, പവർ കൂടുതലാണെന്നർത്ഥം. പക്ഷേ ഇത് രണ്ടും നമ്മുടെ കണ്ണിൽ എങ്ങനെ കൊണ്ടുവന്നു ചോദിച്ചു കഴിഞ്ഞാൽ സീലിയറി മസിൽസിൻ്റെ സഹായത്തോടു കൂടിയാണ് കണ്ണിൽ ഈ ഫോക്കൽ ലെങ്തിനെ അല്ലെങ്കിൽ ഷേപ്പിനെ, കർവേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ശരിക്കും നമ്മുടെ ലെൻസ് ഇങ്ങനെയാണ്, കണ്ണിൻ്റെ ലെൻസ് ഇങ്ങനെ ഇരിക്കും. ആ ലെൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടെ താഴെ മുകളിലുമായിട്ട് സീലിയറി മസിൽസ് ഉണ്ട്. ഇങ്ങനെ ഒരു സീലിയറി മസിൽസ് ഉണ്ട്. അപ്പോൾ ഈ സീലിയറി മസിൽസ് എന്ത് ചെയ്യുന്നറിയോ? സീലിയറി മസിൽസ് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ലെൻസ് ഫ്ലാറ്റ് ആണ്, ലെൻസാണ്. ഓക്കെ, സീലിയറി മസിൽസ് ഫ്ലാറ്റ് ആയിട്ടിരിക്കുമ്പോൾ സീലിയറി മസിൽസ് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ലെൻസ് ഫ്ലാറ്റ് ആണ്. എന്നാൽ ഈ സീലിയറി മസിൽസിന് എന്ത് ചെയ്യാൻ പറ്റും? ഇവനെ പ്രസ് ചെയ്യാൻ പറ്റും താഴെ, അതിനെ കൺട്രാക്ട് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലെൻസ് എങ്ങനെ ആവുന്നറിയോ? ലെൻസ് ഇങ്ങനെ ഉരുണ്ട്. അപ്പോൾ അതെന്താ, ഈ സീലിയറി മസിൽസ് എന്ത് ചെയ്തിരിക്കുക, ഈ താഴേന്ന് മുകളിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുക, ഇവനെ ഇങ്ങോട്ടേക്കും പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുക. അപ്പോൾ ഇത് ഉരുണ്ടപ്പോൾ എന്താ, ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്തു? ഫോക്കൽ ലെങ്ത് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പവർ കൂടി. മനസ്സിലായോ? അപ്പം ഫ്ലാറ്റ് ലെൻസ് ആണെങ്കിൽ നമുക്ക് ദൂരെയുള്ള ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നു, ഉരുണ്ട ലെൻസ് ആണെങ്കിൽ അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നു. സാധാരണ നമുക്ക് ലാബിൽ ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ 2 ടൈപ്പ് ലെൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ കണ്ണിന് ഈ കഴിവുണ്ട്. ആരാണ് ആ കഴിവ് പ്രൊവൈഡ് ചെയ്യുന്നത്? കണ്ണിൻ്റെ സീലിയറി മസിൽസ് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ കണ്ണിന് ദൂരെയുള്ള ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും എന്നുള്ളതാണ്. സീലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് സീലിയറി മസിൽസ് ചുരുങ്ങുമ്പോൾ ഈ ലെൻസിനെ അവൻ മുകളിൽ നിന്ന് താഴെ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ലെൻസ് ഉരുണ്ടതാകുമ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് കുറയും. അതായത് അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്ന രീതിയിൽ അത് അഡ്ജസ്റ്റ് ആവും. ഇതിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. ദ എബിലിറ്റി of eye lens to adjust its focal length is called as power of accommodation of eye. രണ്ടാമത്തെ ഡോട്ട് ഇട്ട് എഴുതുക. ഫോക്കൽ ലെങ്ത് can be changed with the help of ciliary muscles.
ciliary muscles. ഫോക്കൽ ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് സീലിയറി മസിൽസിന്റെ സഹായത്തോടു കൂടിയാണ്. ആര്? ലെൻസ്. ഈ ciliary muscles are relaxed. Ciliary muscles are relaxed. Lens becomes thin. Flat ആവും ലെൻസ്, thin. Therefore തിൻ ലെൻസിന് ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും, ദൂരെയുള്ള ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും അത് അറേഞ്ച് ആവുന്നത്, അഡ്ജസ്റ്റ് ആവുന്നത്. Therefore focal length increases. അതേപോലെ തന്നെ if ciliary muscles കോൺട്രാക്റ്റ് ആണെങ്കിൽ, കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ചുരുങ്ങുക, കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെൻസ് becomes തിക്ക്, അതായത് ഉരുളും, ലെൻസ് തിക്കാവും. therefore focal length decreases. അടുത്ത പോയിന്റ് എഴുതേണ്ടത് ഈവൻ ദോ ciliary muscles are തിക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എന്താ എഴുതിയേക്കുന്നേ? തിക്ക് കഴിഞ്ഞിട്ട് therefore focal length decreases. Even though ciliary muscles are helpful in changing focal length of eye, focal length cannot be decreased below a certain minimum limit. നമുക്കറിയാലോ 25 സെന്റിമീറ്റർ വരെ നമുക്ക് എത്ര അടുത്തോട്ട് നോക്കിയാലും 25 സെന്റിമീറ്ററെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ക്ലിയർ ആയിട്ട്. അപ്പം സീലിയറി മസിൽസ് എങ്ങനെ കൺട്രാക്ട് ആയിട്ടിരുന്നാലും നമുക്ക് 25 സെന്റിമീറ്റർ വരെയുള്ള ഒരു 25 സെന്റിമീറ്ററിന് ഉള്ളിലോട്ട് ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അടുത്ത ഡോട്ട് ഇട്ടിട്ട് എഴുതുക
crystalline lens of people at old age becomes milky and cloudy. This condition is called cataract. അതായത് പ്രായമാകും തോറും അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും ഒക്കെ കണ്ണിനകത്ത് ഒരു വെള്ളപ്പാട പോലെയുള്ള ലെൻസിനകത്ത് വെള്ളപ്പാട പോലെ ഉണ്ടാവും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലെൻസ് പിന്നെ അവർക്ക് കാഴ്ച നഷ്ടപ്പെടും. അപ്പം അവരെന്ത് ചെയ്യും, ആ ലെൻസിനെ റിമൂവ് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് ലെൻസ് കയറ്റി വെക്കുന്ന സർജറി ഇപ്പം അവൈലബിൾ ആണ്, നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ശരിക്കും അത് റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ലെൻസാണ് അവിടെ ഘടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ആ കണ്ടീഷനെ പറയുന്നത് കാറ്ററാക്ട് എന്നാണ്. അതിന് ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വിഷൻ നഷ്ടപ്പെടും, അല്ലെങ്കിൽ പാർഷ്യലായിട്ട് കാഴ്ച നഷ്ടപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഇങ്ങനെ എഴുതാം, this causes partial or complete loss of vision. Partial or complete loss of vision. It is possible to restore through cataract surgery. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കണ്ണിനുണ്ടാകുന്ന ഡിഫക്റ്റുകളെ പറ്റിയാണ്. ഡിഫക്റ്റ് ഓഫ് വിഷൻ ആൻഡ് ദെയർ കറക്ഷൻ. അതായത് നമ്മൾ കണ്ണിനൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടുണ്ടാകുന്നു, എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളും അതിനെ കറക്റ്റ് ചെയ്യുന്ന രീതികളുമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഹെഡിങ് കൊടുക്കുക, ഡിഫക്റ്റ് ഓഫ് വിഷൻ and their correction. Defect of vision and their correction. അപ്പോൾ അതിനകത്ത് ആദ്യം മയോപ്പിയയാണ്. മയോപ്പിയയുടെ വേറെ പേര് ഷോർട്ട് സൈറ്റ്നെസ് ആണ്. അത് എഴുതുമ്പോൾ സൈറ്റഡ്നെസ് എന്നാണ് എഴുതുന്നത്, ഡി സൈലന്റ് ആണ്. ഓർ നിയർ സൈറ്റഡ്നെസ്. അപ്പം മയോപ്പിയ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, മയോപ്പിയ വേറെ പേര് ഷോർട്ട് സൈറ്റ്. പേര് പറയുന്ന പോലെ തന്നെ ഷോർട്ട് അടുത്ത്, സൈറ്റ് എന്ന് പറഞ്ഞത് കാണാം, അടുത്ത് കാഴ്ച. അതായത് ഹ്രസ്വ കാഴ്ച എന്ന് മലയാളത്തിൽ പറയും, മറ്റേത് ദൂരക്കാഴ്ച. അതായത് ഷോർട്ട് സൈറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ളത് കാണാമെങ്കിൽ അയാളുടെ ഡിഫക്റ്റ് എന്തായിരിക്കും, ദൂരെയുള്ളത് കാണാൻ പറ്റത്തില്ല എന്നുള്ളതായിരിക്കും അയാളുടെ ഡിഫക്റ്റ്. നമുക്കറിയാം ഒരു നോർമൽ, ഇപ്പം ഞാൻ ആരോടാ ചോദിക്കണ്ടേ, ശ്രേയ ഒന്ന് പറഞ്ഞേ, ഒരു നോർമൽ, ഇത് നോർമൽ ഐ ആണെന്ന് വിചാരിച്ചോ, ഇതൊരു നോർമൽ ഐ ആണെന്ന് വിചാരിച്ചോ. ഈ നോർമൽ ഐയുടെ ഫാർ പോയിന്റ് എന്താണ്? ഇൻഫിനിറ്റ്. അപ്പം ഫാർ പോയിന്റ് എനിക്ക് ഇതിപ്പം ശ്രേയയുടെ കണ്ണാണ് എങ്കിൽ ഈ ശ്രേയയുടെ
ഒരാളുടെ കണ്ണിന് എന്താണ് ഇൻഫിനിറ്റി വരെ ഉള്ള ഒബ്ജക്റ്റിനെ കാണാം. ഇൻഫിനിറ്റി ആണ് ശ്രേയയുടെ ഫാർ പോയിന്റ്. എന്നാൽ നിയർ പോയിന്റ് എന്താ ഹെൽത്തി ഐയുടെ 25 സെന്റിമീറ്റർ. 25 സെന്റിമീറ്റർ. അപ്പം ഇത് ഫാർ പോയിന്റ് ഇൻഫിനിറ്റി ആണ്, ഇത് 25 സെന്റിമീറ്റർ, ഇവിടെ വരെ 25 സെന്റിമീറ്റർ ആണ്. ഇതിനെ നിയർ പോയിന്റ് എന്നാണ് പറയുന്നത്. ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ കാര്യമാണ് പറയുന്നത്. എന്നാൽ മയോപ്പിക് ആയിട്ടുള്ള ആളുടെ പ്രശ്നം എന്താ? മയോപ്പിക് ആയിട്ടുള്ള ആളുടെ പ്രശ്നം എന്താ ശ്രേയ? അടുത്തുള്ളത് കാണാം, ദൂരെയുള്ളത് കാണാൻ പറ്റില്ല. പറ്റത്തില്ല. അപ്പം അവന്റെ ആ അടുത്തുള്ള കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ നിയർ പോയിന്റിന് വല്ല വ്യത്യാസം ഉണ്ടോ? ഇല്ല. ഇല്ല, കാരണം അടുത്തുള്ളത് കാണാമല്ലോ. അപ്പൊ അവന്റെ നിയർ പോയിന്റിന് വ്യത്യാസം കാണത്തില്ല. ഫാർ പോയിന്റിന് എന്ത് വരും? ഫാർ പോയിന്റ് കുറയും. ഫാർ പോയിന്റ് ഇങ്ങോട്ടേക്ക് വല്ലതും വരും, ഇല്ലേ? ശരിയല്ലേ? കാരണം ദൂരെയുള്ളത് കാണത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കാണാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്. സിമ്പിൾ ആയിട്ട് പറയാം, നോക്കിയോ, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിക്കണേ, ഇവിടെ കൺഫ്യൂഷൻ വരുന്ന സാധനങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഇതിന് പടം ഉണ്ട്, അത് ഞാൻ പിന്നെ വരച്ചു തരാം. പടം ഒന്നും വരയ്ക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വരയ്ക്കുന്നതാണ്. ഇത് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ആളാണ്. ഇത് എൻ്റെ കണ്ണാന്ന് വിചാരിച്ചു. ഇത് എൻ്റെ കണ്ണിൻ്റെ ലെൻസാണ്. ഓക്കെ, അപ്പം ഇത് ഹെൽത്തി ആയിട്ടുള്ള ആളിൻ്റെ ഫാർ പോയിന്റ് ഇതാണ് ഇൻഫിനിറ്റി. ഒരു 2000 കിലോമീറ്റർ ആണെന്ന് വിചാരിച്ചു. നിയർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിയർ പോയിന്റ്. ഇത് ഒരു 25 സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. ഓക്കെ, എന്നാൽ എൻ്റെ കണ്ണിനൊരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഒത്തിരി ഫോണൊക്കെ യൂസ് ചെയ്തപ്പോഴേക്കും എൻ്റെ എന്ത് പറ്റി? കണ്ണിൻ്റെ ലെൻസിന് എന്തോ പറ്റി, അതായത് പ്രശ്നം പറ്റി. അപ്പം കണ്ണിന് ലെൻസിനോ അല്ലെ കണ്ണിന് ബാക്കിയുള്ള പാർട്ടിനോ പല പ്രശ്നങ്ങളിലൂടെ ഷോർട്ട് സൈറ്റ്നെസ് വരാൻ പറ്റും. അപ്പം അങ്ങനെ എന്തോ പറ്റിയതുകൊണ്ട് എനിക്ക് അടുത്തുള്ളത് നന്നായിട്ട് കാണാം, ദൂരെയുള്ളത് കാണത്തില്ല. അപ്പോൾ ദൂരെയുള്ള എൻ്റെ ഇൻഫിനിറ്റി, അതായത് 2000 കിലോമീറ്റർ വരെ എനിക്ക് കൃത്യമായിട്ട് കാണാമായിരുന്നു നേരത്തെ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും കാണാൻ പറ്റുന്ന ദൂരം എന്ന് പറഞ്ഞത് ഒരു 10 മീറ്റർ ആയിരിക്കും. ഇവിടെ നിന്നിട്ട് ഒരു 10 മീറ്റർ വരെയുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. 10 മീറ്ററിന് ഇങ്ങോട്ട് എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഫാർ പോയിന്റ് ഇപ്പോൾ എന്താ? ഫാർ പോയിന്റ് ഇപ്പോൾ 10 മീറ്റർ ആയിട്ട് മാറി. കണ്ടോ? അതായത് ദൂരെയുള്ളത് കാണാൻ പറ്റത്തില്ല, അടുത്തുള്ളതേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ നിയർ പോയിന്റിന് വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഫാർ പോയിന്റ് 2000 കിലോമീറ്റർ വരെ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ ഉള്ളതൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ദൂരത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 10 മീറ്റർ. 10 മീറ്റർ വരെയുള്ള എല്ലാ ഒബ്ജക്റ്റുകളും എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മയോപ്പിക് ആയിട്ടുള്ള ആളുടെ ഫാർ പോയിന്റ് എന്ത് ചെയ്യും? കണ്ണിൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണോ? ഒന്നുകൂടെ പറയാമോ സാറേ? ഓക്കെ. ഇത് നോക്കിയോ, അതായത് അൻവിൻ ആണോ ചോദിച്ചത്? അൻവിൻ, സിദ്ധാർത്ഥിന് കണ്ണാടിയൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ സിദ്ധാർത്ഥിന്റെ കണ്ണ് ഹെൽത്തിയാണ് നിലവിൽ. അപ്പൊ സിദ്ധാർത്ഥിന്റെ കണ്ണാണ് വിചാരിച്ചത് ഒപ്റ്റിക് നെയർ. ഇവിടെ സിദ്ധാർത്ഥിന് ഒരു ലെൻസ് ഉണ്ട്. ഓക്കെ, അപ്പം സിദ്ധാർത്ഥിന് ഏറ്റവും അടുത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ദൂരം 25 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. ഏറ്റവും ദൂരെ കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെന്ന് നമുക്കറിയാം. ഇത് ഇൻഫിനിറ്റി ആണ്, ഇത് 25 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് ആ ഇൻഫിനിറ്റിനെ നമുക്കൊരു 2000 കിലോമീറ്റർ ആയിട്ട് വല്ലതും ഒന്ന് എടുക്കാം. 2000 കിലോമീറ്റർ വരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അടുത്ത് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസ് 25 സെന്റിമീറ്റർ ആണ്. ഓക്കെ, പക്ഷേ സിദ്ധാർത്ഥിന് ഈ ഫോൺ ഉപയോഗം കൂടുതൽ കാരണം സിദ്ധാർത്ഥിന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടായി. ഇപ്പം ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഷോർട്ട് സൈറ്റ് എന്ന് പറയുമ്പോൾ അടുത്തുള്ളത് ക്ലിയർ ആയിട്ട് കാണാം, ദൂരെയുള്ളത് കാണത്തില്ല എന്നുള്ളതാണ്. അപ്പം ഈ 2000 കിലോമീറ്റർ അപ്പുറത്തിരിക്കുന്ന ഒരു പറവ സിദ്ധാർത്ഥിന് ഇപ്പൊ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പം സിദ്ധാർത്ഥിന് കാണാൻ പറ്റുന്ന ഏറ്റവും ദൂരത്തെ ഡിസ്റ്റൻസ് എത്ര ആയിട്ട് കുറയുന്നറിയോ? ചിലപ്പോൾ ഒരു 10 മീറ്റർ ആയിട്ട് കുറയും. 2000 കിലോമീറ്റർ വരെ കാണാമായിരുന്നു ഹെൽത്തി ആയിട്ടിരുന്നപ്പോൾ. ഇപ്പം ഷോർട്ട് സൈറ്റ് വന്നുകൊണ്ട് എന്ത് ചെയ്തു? ഇൻഫിനിറ്റി അല്ല ഫാർ പോയിന്റ് ആയിട്ട് വന്നത്. ദൂരെയുള്ളത് എനിക്ക് കാണാൻ പറ്റത്തില്ല. അടുത്തേക്ക് എന്ത് ചെയ്തു? ഈ ഇൻഫിനിറ്റി എന്ത് ചെയ്തു? ഇൻഫിനിറ്റി ഫാർ പോയിന്റ് ഇൻഫിനിറ്റിയിൽ നിന്നും ഇപ്പം എൻ്റെ ഫാർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മീറ്റർ. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്നും എൻ്റെ റിയൽ ശരിക്കും ഫാർ പോയിന്റ് ഇപ്പം എൻ്റെ റിയൽ ഫാർ പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇൻഫിനിറ്റിയിൽ നിന്നും 10 മീറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാരണം എന്താ? അടുത്തുള്ളതേ കാണത്തുള്ളൂ. അപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസിനൊരു പരിധിയുണ്ട്. ആ 10 മീറ്റർ ആണ് ആ പരിധി. ആ പരിധിക്ക് അപ്പുറത്തോട്ട് എനിക്കൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല, അല്ലെ? സിദ്ധാർത്ഥിന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. എന്നാൽ ആ 10 മീറ്ററിന്റെ ഉള്ളിൽ എത്ര വേണേ കാണാം. അപ്പം അതിന്റെ സിദ്ധാർത്ഥിന്റെ നിയർ പോയിന്റിന് വ്യത്യാസമൊന്നുമില്ല. മനസ്സിലായോ? ഓക്കെ, ബാക്കിയുള്ള എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് എഴുതിയിട്ട് ഇതിന്റെ താഴോട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതുക.
an eye defect dot ഇട്ട് എഴുതുക an eye defect in which a person can see nearby object clearly but cannot see far away objects. രണ്ടാമത്തെ ഡോട്ട് ഇട്ടിട്ട് എഴുതേണ്ടത് far point of a myopic eye is shifted from infinity towards the eye. ഇൻഫിനിറ്റി ആയിരുന്നു ഫാർ പോയിന്റ്. നോർമൽ ആളുടെ മയോപ്പിക് ആയി വരുമ്പോഴത്തേക്കും അവന് ദൂരെയുള്ളൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അവന് കാണാൻ പറ്റുന്ന ഫാർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറിജിനൽ ഫാർ പോയിന്റിൽ നിന്ന് ഒത്തിരി അടുത്തായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ കണ്ണിനടുത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. അടുത്തത് ഇൻ മയോപ്പിക് ഐ the image of distant object is formed in front of retina. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം, അതോടെ നിൽക്കട്ടെ. and not on retina itself. ഇതിനർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, അതോടെ നിൽക്കട്ടെ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയോ. ഞാൻ നോർമൽ ഒരാളുടെ ഒരു കേസ് വരയ്ക്കും. ഇത് വരയ്ക്കില്ലേ, പടം വരയ്ക്കില്ല. ഞാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ കോസസും കൂടെ ഒന്ന് എഴുതിയാൽ കോസസും കൂടെ ഇതിൻ്റെ താഴോട്ട് എഴുതിയിട്ട് നമുക്ക് പടം വരയ്ക്കാം. കോസസ് നിങ്ങൾ എഴുതും, കോസസ് എഴുതിക്കും. ഇതുണ്ടാകാനുള്ള കാരണം കോസസ്. ഒന്നാമത്തെ കോസസ് ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. ദിസ് ഡിഫക്റ്റ് may arise due to excessive curvature of eye lens. രണ്ടാമത്തെ കാരണം elongation of eyeball. elongation of eyeball. അടുത്തത് ഡോട്ട് എഴുതുക. ഇത് രണ്ടാണോ അതിൻ്റെ കാരണം? ദിസ് ഡിഫക്റ്റ് ക്യാൻ ബി കറക്റ്റഡ്. അത് ഡോട്ട് ഇടണ്ട, അതൊരു ആരോ ഇട്ട് എഴുതിയാൽ മതി. ഇത് കോസസ് രണ്ടെണ്ണേ ഉള്ളൂ, ഇത് ഒരു ആരോ ഇട്ട് എഴുതുക. ദിസ് ഡിഫക്റ്റ് ക്യാൻ ബി കറക്റ്റഡ് യൂസിങ് കോൺകേവ് ലെൻസ്. ഓക്കെ, ഇനി നോക്കിക്കോ. ഇനിയും എല്ലാവരും നോക്കുക. ഇത് പടം നിങ്ങൾ എന്താണ് ഇത് വരയ്ക്കേണ്ട, ഞാൻ വരയ്ക്കാനുള്ള പടം തരാം. നോക്കിക്കോ. നോർമലി
ഒരു നമ്മൾ ഒരു ലെൻസ് വരയ്ക്കുന്നത്. പടം വരയ്ക്കല്ലേ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരയ്ക്കുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കണ്ണിൻ്റെ ഏകദേശം ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെയാണ് നമ്മുടെ ലെൻസ് ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ നിയർ പോയിന്റ് ആണെന്ന് വിചാരിച്ചോ. ഈ നിയർ പോയിന്റിൽ ഉള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേ എവിടെയായിരിക്കും പതിയുന്നത്? റെറ്റിനയിലായിരിക്കും പതിയുന്നത് ആണല്ലോ. ഇൻവേർട്ടഡ് ആയിട്ട് ഇവിടെ ആയിരിക്കും പതിയുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഇത് ഹെൽത്തി ഐ ആണ്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി വരയ്ക്കാവുന്നതാണ്. ഈ പടം വരയ്ക്കേണ്ടത് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇനിയും ഹെൽത്തി ആയിട്ടുള്ള ഐയുടെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. ആ ഇൻഫിനിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലും അതിൽ നിന്ന് വരുന്ന റേയും റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് ഏതുവഴിയായിരിക്കും വരുന്നത്? അതിൽ നിന്ന് വരുന്ന റേയും റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് എവിടെയായിരിക്കും വന്ന് പതിയുന്നത്? അതും വേണ്ട ഈ റെറ്റിനയിൽ തന്നെയായിരിക്കും പതിയുന്നത്. ഏതൊരു ഒബ്ജക്റ്റിൻ്റെ ഇമേജും റെറ്റിനയിൽ പതിഞ്ഞാൽ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ കണ്ണിൻ്റെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ കണ്ണിൻ്റെ റെറ്റിന ഇവിടെയാണെന്ന് വിചാരിച്ചു. എന്നാൽ കണ്ണിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ട് കണ്ണിൻ്റെ ഐബോൾ ഇലോങ്ങേറ്റ് ചെയ്തിട്ട് കണ്ണിൻ്റെ ഐബോൾ ഇതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തിട്ട് എന്ത് പറ്റി? ഷേപ്പ് ചേഞ്ച് ചെയ്തിട്ട് കണ്ണിൻ്റെ ഐബോൾ തന്നെ ഇങ്ങനെയായി ഇലോങ്ങേറ്റ് ചെയ്തു. അപ്പോഴും ഇമേജ് എവിടെ തന്നെ വീഴത്തുള്ളൂ? ഇവിടെ തന്നെ വീഴത്തുള്ളൂ. പക്ഷെ അവിടെ അപ്പോൾ എവിടെയായിരുന്നു വീഴേണ്ടിയിരുന്നത്? ഇവിടെയായിരുന്നു വീഴേണ്ടിയിരുന്നത്. മനസ്സിലായോ? അതായത് കണ്ണിന് എങ്ങനെയാണ് പ്രശ്നം വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അതായത് കണ്ണ് ശരിക്കും നേരത്തെ എങ്ങനെയായിരുന്നത്? കണ്ണ് നേരത്തെ ഇങ്ങനെയായിരുന്നു ഇരുന്നത്. ഇത് ഹെൽത്തി ആയിട്ടുള്ള ഐ ആയിരുന്നു. പക്ഷേ കണ്ണിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാരണം കണ്ണിന് ഇലോങ്ങേഷൻ സംഭവിച്ചു. ഇലോങ്ങേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണിൻ്റെ ഐബോൾസ് ഇലോങ്ങേറ്റ് ചെയ്തു. ഐബോൾസ് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? കണ്ണ് ഇങ്ങനെ, അതായത് കണ്ണിൻ്റെ ഐബോൾസ് തന്നെ ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വലിഞ്ഞ് നീണ്ടു. പക്ഷെ അപ്പോഴും വരുന്ന ഇമേജ് പഴയ റെറ്റീന ഇരുന്ന പൊസിഷനിൽ തന്നെയായിരിക്കും വീഴുന്നത്. പക്ഷേ നമുക്ക് എവിടെയായിരുന്നു വീഴേണ്ടത്? ഇവിടെ വീണാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മളിതിനെ ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് കറക്റ്റ് ചെയ്യും. അതെങ്ങനെയാണെന്നറിയാമോ? ഇപ്പം ഈ നിയർ പോയിന്റിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു കോൺകേവ് ലെൻസ് വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടുന്ന് റിഫ്രാക്ഷൻ തന്നെ ഇങ്ങനെ വിടർന്ന് സംഭവിച്ചിട്ട് പിന്നീട് കൃത്യം ഇവിടെ തന്നെ വന്ന് വീഴും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിയർ പോയിന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്നുള്ള ഇമേജും ഫാർ പോയിന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്നും വരുന്ന ഇമേജും കൃത്യം എവിടെ പതിക്കത്തുള്ളൂ? റെറ്റീനയിലേ പതിക്കത്തുള്ളൂ. റെറ്റീനയിൽ പതിച്ചാലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ മയോപ്പിക് ആയിട്ടുള്ള ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റീസൺ കൊണ്ടാണ് മയോപ്പിയ ഉണ്ടാകുന്നത്. ഒന്ന്, ലെൻസ് ഇങ്ങനെ അങ്ങ് കർവേച്ചർ കൂടുക. അതായത് നേരത്തെ എൻ്റെ ലെൻസ് ഇങ്ങനെയായിരുന്നു ഇരുന്നത്. അപ്പോൾ ഇതായിരുന്നു റെറ്റീനയെങ്കിൽ കൃത്യമായിട്ട് ഫാർ പോയിന്റിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് കൃത്യമായിട്ട് റെറ്റീനയിൽ പതിക്കുന്നുണ്ടായിരുന്നു, ഇല്ലേ? ഇങ്ങനെ പതിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ എൻ്റെ ഈ ലെൻസിൻ്റെ കർവേച്ചർ അങ്ങ് കൂടി. അതായത് ലെൻസ് എന്ത് ചെയ്തു? ലെൻസ് നന്നായിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ അങ്ങ് ഉരുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് കുറയത്തില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ആ റെറ്റിന വരെ പോകുന്നില്ല. അതിന് പകരം എന്ത് ചെയ്യത്തുള്ളൂ? ഈ റെറ്റിനയുടെ ഫ്രണ്ടിൽ വന്നിട്ടാണ് ഇത് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് കാണാൻ പറ്റാത്തത്. ഇനി രണ്ടാമത്തെ കണ്ടീഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇലോങ്ങേഷൻ ഓഫ് ഐബോൾ. അതായത് ശരിക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലെൻസിൽ നിന്നും വരുന്ന ഫാർ പോയിന്റ് ആണ്. ഫാർ പോയിന്റിൽ നിന്നും വരുന്ന ഇമേജുകൾ കൃത്യം റെറ്റീനയിൽ പതിക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ. പക്ഷേ രണ്ടാമത്തെ കാരണം ഈ ഐബോളിൻ്റെ ഇലോങ്ങേഷൻ സംഭവിച്ചു. എന്ത് ചെയ്യും? ഇതങ്ങ് ഇലോങ്ങേറ്റ് ചെയ്യും, അങ്ങ് വളഞ്ഞാൽ ഇങ്ങനെ അങ്ങായിപ്പോൾ. ഇങ്ങനെ ആകുമ്പോഴും ഇമേജ് ഇവിടെ തന്നെ പതിക്കത്തുള്ളൂ. പക്ഷേ റെറ്റിന അങ്ങ് നീണ്ടുപോയപ്പോൾ ഇവിടെയായിരുന്നു പതിക്കേണ്ടത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മൾ ഇവിടെയായിട്ട് എന്ത് വെക്കുമെന്നറിയാമോ? ഇവിടെയായിട്ട് നമ്മളൊരു കോൺകേവ് ലെൻസ് ഘടിപ്പിക്കും. ഓക്കെ ആണല്ലോ? കോൺകേവ് ലെൻസ് ഘടിപ്പിക്കും. അപ്പോൾ കോൺകേവ് ലെൻസ് ഘടിപ്പിക്കുമ്പോൾ ആദ്യം നോക്കി ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു റിഫ്രാക്ഷൻ കണ്ടോ? ഇങ്ങനെ അങ്ങ് വിടരും. എന്നിട്ടാണ് നമ്മുടെ ഈ ലെൻസിൽ വന്ന് വീഴുന്നത്. എന്നിട്ട് കണ്ടോ കുറച്ചുകൂടെ ദൂരത്തേക്ക് എന്ത് ചെയ്യും? ഇത് റിഫ്രാക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ കൃത്യം ഐലോങ്ങേറ്റ് ചെയ്ത റെറ്റിനയിൽ വന്ന് വീഴും. മനസ്സിലായോ? അപ്പം നമുക്ക് മനസ്സിലായി എന്താണ് കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാൽ അവിടെ ഡൈവേർജ് നടക്കുന്നു. ഡൈവേർജിങ് നടന്നു കഴിഞ്ഞിട്ട് പിന്നീട് ലെൻസിൽ ചെന്ന് വീഴത്തുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ദൂരത്തോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ റിഫ്രാക്റ്റ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ കാരണം. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കാം.
മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ സാർ. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പടം വരയ്ക്കേണ്ട പടം വരയ്ക്കാം. ഈ പടം കൃത്യമായിട്ട് വരച്ച് പഠിച്ചോണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പം ഏത് പടം ചോദിക്കാൻ അറിയില്ല. ചിലപ്പോൾ ഷോർട്ട് സൈറ്റ് ആയിരിക്കും, ചിലപ്പോൾ ലോങ് സൈറ്റ് ആയിരിക്കും, അതൊന്നും അറിയില്ല. എന്നാലും നമുക്ക് എല്ലാം പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് മയോപ്പിയയുടെ പടം വരയ്ക്കാം. മയോപ്പിയയുടെ ഫാർ പോയിന്റ് ഓഫ് എ മയോപ്പിക് ഐ. ഫാർ പോയിന്റ് ഓഫ് എ മയോപ്പിക് ഐ. നിങ്ങൾ ഒരു മിനിറ്റ്, കറണ്ട് പോയാലും ചിലപ്പം ലാപ്പ് ഓഫ് ആവും, കാരണം ചാർജ് തീർന്നായിരുന്നേ.